കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെ രക്ഷിക്കാൻ ആരും വരുന്നില്ല എന്നാണ് ഈ ഒരു വീഡിയോയുടെ ടൈറ്റില്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാം. അറ്റ്ലീസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതാനും ദിവസങ്ങൾ മുമ്പ് ഫാൻ അഡ്വൈസറി ബോർഡായിട്ടും മഞ്ഞപ്പടയായിട്ടും നമ്മുടെ ക്ലബ് ഓണേഴ്സും സിഇഒയും ഒക്കെ ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. ഉള്ള മിനിറ്റ്സുകളും അതിൻ്റെ വീഡിയോസും ഒക്കെ ഇപ്പം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാനും അത് ഇറങ്ങിയ ദിവസം തന്നെ കണ്ട് അത് ഒബ്സർവ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ വായിച്ചതാണ്. പിന്നെ ഇങ്ങനെ എന്നൊരു ഞായറാഴ്ചയാണ്, ഇന്ന് കുറച്ച് സമയം ഉള്ളതുകൊണ്ട് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിനെതിരെ നമ്മുടെ ആദ്യത്തെ പോയിന്റ് കഴിഞ്ഞ മത്സരത്തിൽ നേടി. അതിൽ ചില ഇൻഡിവിജ്വൽ പെർഫോമൻസുകളിൽ കുറച്ച് പോസിറ്റീവുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആ വീഡിയോയുടെ അവസാനവും ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഈ ഒരു പോയിന്റിന്റെ ആ ഒരു സന്തോഷത്തിന്റെ മറവിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇത്രയും നേരം വോയിസ് ഉയർത്തിയതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ മറന്നു പോരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ ഒരു മീറ്റിങ്ങിൽ നിന്നും ഒരുപാട് എക്സ്പ്ലനേഷനുകൾ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇത് കേട്ടപ്പോൾ ഒരു ആരാധകൻ എന്ന രീതിയിൽ എൻ്റെ മനസ്സിൽ ഉദിച്ച ചില ചോദ്യങ്ങൾ, ചില കൗണ്ടർ ക്വസ്റ്റ്യൻസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഫാൻ അഡ്വൈസറി ബോർഡ് കണ്ടക്ട് ചെയ്ത ആ ഒരു മീറ്റിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാം. ശരിക്കും അതാണല്ലോ ആദ്യം സംഭവിച്ചത്. അതുകൊണ്ട് നമുക്ക് ആദ്യം അതിലെ കാര്യങ്ങളിലേക്ക് തന്നെ കിടക്കാം. ഈ ഒരു മീറ്റിങ്ങിൽ നമ്മുടെ ക്ലബിന്റെ കോണറായ നിഖിലും അതുപോലെ തന്നെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കാരലസ് കിങ്കിസും ആണ് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത്. ആദ്യം തന്നെ ഫാബിനെ കുറിച്ച് ഞാൻ പറയട്ടെ. ബേസിക്കലി ഞാൻ മനസ്സിലാക്കിയത്, ഈ ഫാൻ അഡ്വൈസറി ബോർഡിന് നമ്മുടെ ക്ലബിന്റെ സ്പോർട്ടിംഗ് ഡിസിഷൻസിൽ ഒരു റോളും ഇല്ല. അവർ പറഞ്ഞിട്ട് ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ അവർക്ക് ആവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ അവരെ പോയി തെറി വിളിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ജസ്റ്റ് അവിടെ അങ്ങനെ ഒരു ബോഡി ആയിട്ട് അവരെ എലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫാൻസിന്റെ കൺസേൺസ് മാനേജ്മെന്റിന്റെ അടുത്ത് അവതരിപ്പിക്കാൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് കൂടുതലൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. ബേസിക്കലി ഈ ഒരു ഇനീഷ്യേറ്റീവ് അനൗൺസ് ചെയ്തത് എന്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണെന്ന് അറിയാം. കഴിഞ്ഞ സീസണിൽ ആ ഒരു വലിയ പ്രൊട്ടസ്റ്റ് നടന്നപ്പോൾ മാനേജ്മെന്റ് ഇങ്ങനെ ഒരു സംഭവം മുന്നോട്ട് വെച്ചു. എന്തായാലും അവരുടെ കണ്ണിൽ നിന്ന് അത് ഭയങ്കര വലിയൊരു വിഷണറി ഐഡിയ ആണ്. അതുപോലെ തന്നെ ഈ മീറ്റിങ്ങിലും ഒക്കെ, മഞ്ഞപ്പടയായിട്ടുള്ള മീറ്റിങ്ങിലാണെന്ന് തോന്നുന്നു, ഏതോ ഒരു മീറ്റിങ്ങിൽ, ഈ രണ്ട് മീറ്റിങ്ങിൽ ഏതോ ഒരെണ്ണത്തിൽ നിഖിൽ പറയുന്നുണ്ട്, ഫാൻ അഡ്വൈസറി ബോർഡ് വന്നതിന് ശേഷം ഫാൻസ് ആയിട്ടുള്ള ഒരു കണക്ട് അത് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ടെന്നുള്ള രീതിയിൽ പുള്ളി സംസാരിച്ചിരുന്നു. വിച്ച് ഇസ് ആബ്സല്യൂട്ട്ലി റോങ്. അത് ഒരിക്കലും സത്യമായിട്ടുള്ള കാര്യമല്ല. കാരണം എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ ഈ പകുതി മാനേജ്മെന്റിന് കിട്ടുന്ന തെറിയാണ് ഇപ്പോൾ ഫാൻ അഡ്വൈസറി ബോർഡിന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം അതിൻ്റെ അകത്ത് ഇരിക്കുന്ന ആൾക്കാരും കുറച്ച് ഫാൻസ് തന്നെയാണ്. അവർക്ക് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായത്. അവരവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡി ആയിട്ട് അവരെ എലക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓരോ ക്വാർട്ടറിൽ അവർ ഓരോ മീറ്റിംഗ് നടത്തുന്നു, ഓരോ ക്വസ്റ്റ്യനുകൾ അവർ അങ്ങോട്ട് ചോദിക്കുന്നു, തിരിച്ചിങ്ങോട്ട് ന്യായീകരണങ്ങൾ വരുന്നു. അത്രയും മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ഓബ്വിയസ്ലി നമ്മുടെ കൺസേൺസ് അവരവിടെ എത്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു അക്കൗണ്ടബിലിറ്റി നമ്മൾ കൊണ്ടുവരണമായിരുന്നു. അത് ഈ വീഡിയോയിലൂടെ അവർ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിലും കുറച്ചും കൂടെ കൗണ്ടർ ക്വസ്റ്റ്യനുകൾ ചോദിക്കായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. അതെന്താണെന്ന് ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം തന്നെ ആ ഫാബ് മീറ്റിംഗിൽ ചോദിച്ചൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മുടെ ക്ലബിൽ ഒരു സ്പോർട്ടിംഗ് ഡിക്ലൈൻ സംഭവിച്ചിട്ടുള്ളത്? ആ ഒരു 5 വർഷത്തെ ഒരു ഗ്യാപ്പ് എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു പക്ഷേ ഇവാൻ്റെ ആ സീസണിൽ നമ്മൾ ഫൈനൽ വരെ എത്തി, എന്നിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് ആ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോയി കപ്പടിക്കാൻ പറ്റാണ്ടിരുന്നതെന്നുള്ളൊരു ചോദ്യം. അതിന് നിഖിൽ തന്ന മറുപടിയാണ്, ആദ്യത്തെ സീസണിൽ നമ്മൾ കുറച്ച് ഓവർ അച്ചീവ് ചെയ്തു, നമ്മൾ തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല നമ്മൾ ഫൈനലിൽ എത്തുമെന്ന്. പിന്നെ എന്തുകൊണ്ട് അവിടെ ഒരു സംഭവം, കുറേ പ്ലേയേഴ്സിനെ വിട്ടുപോകേണ്ടി വന്നു, കുറേ കാര്യങ്ങൾ കടന്നു. അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നത് നമുക്കൊരു ക്ലീനപ്പ് ആവശ്യമായിരുന്നു. കാരണം ഇതിന് മുമ്പത്തെ 5 വർഷത്തിനോടടുപ്പിച്ചുള്ള സമയങ്ങളിൽ നമ്മൾ എടുത്ത ഒരുപാട് തീരുമാനങ്ങളും ഒരുപാട് കടങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു. കുറേ ഡെറ്റുകൾ ഉണ്ടായിരുന്നു, ഡെറ്റ് അക്യുമുലേറ്റ് ചെയ്തിരുന്നു നമ്മുടെ ക്ലബ്ബ്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലീനപ്പ് ചെയ്യണമായിരുന്നു. കാരോളിസ് വന്നതിന് ശേഷം ആ ഒരു ക്ലീനപ്പിൻ്റെ പ്രോസസ്സിലായിരുന്നു നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്ലേയേഴ്സിനെ വിൽക്കേണ്ട ആവശ്യവും കുറേ അങ്ങനത്തെ ആ ഒരു ബിക്കോസ് ക്ലബ്ബും വേറെ പൈസ ഒന്നും ഉണ്ടാക്കുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു ക്ലീനപ്പ് സംഭവിക്കേണ്ടി വന്നതെന്ന്. ആൻഡ് പുള്ളി ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു, കോച്ചായിട്ടുള്ള 100% തീരുമാനങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഓരോ പ്ലെയറിനെയും സെല്ല് ചെയ്തിട്ടുള്ള, കോച്ച് പറഞ്ഞ ഡിമാൻഡുകൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ആ സ്പോർട്ടിംഗ് ഡിസിഷനുകൾ എടുത്തിരിക്കുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഒരു സ്പോർട്ടിംഗ് അംബീഷൻ ഈ ക്ലബിൻ്റെ എന്ന് പറഞ്ഞാൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് എപ്പോഴും പ്ലേ ഓഫ് കളിക്കുന്ന ഒരു ടീമായിട്ട് മാറുക.
അതായിരുന്നത്ര ഇവർ ആ സമയത്ത് വെച്ചിരുന്ന ഒരു സ്പോർട്ടിംഗ് അംബീഷൻ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. ഇവർ പറയുന്നത് ഇവർ നേരത്തെ തന്നെ ആ ഒരു സസ്റ്റൈനബിലിറ്റി സംഭവം ഇവർക്ക് അറിയായിരുന്നു. ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ എല്ലാവരും ഇപ്പോൾ സസ്റ്റൈനബിലിറ്റിയെ കുറിച്ച് സംസാരിക്കുകയാണല്ലോ എല്ലാ ക്ലബ്ബുകളും. പക്ഷേ ഇവരത് നേരത്തെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എക്സ്പെക്ട് ചെയ്തിരുന്നു, ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇങ്ങനെ സംഭവിച്ചേക്കാമെന്നുള്ളത്. എപ്പോഴെങ്കിലും ഭാവിയിൽ ഒരു സസ്റ്റൈനബിലിറ്റി പ്രശ്നം എല്ലാ ക്ലബ്ബുകളും നേരിടും എന്നുള്ള രീതിയിൽ തീരുമാനമെടുക്കുന്ന ഒരു ക്ലബ്ബായിരുന്നു നമ്മളെങ്കിൽ നമ്മളിത് മുൻകൂട്ടി കണ്ടിരിക്കുമല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒട്ടും പ്ലാനിങ് ഇല്ലാണ്ട് ഈ സസ്റ്റൈനബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കാണ്ട് വന്ന ക്ലബ്ബുകളും നമ്മളും ഈ ഒരു സീസണിൽ എങ്ങനെയാണ് ഇത്രയും ഒരു ഡിഫറൻസിലുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. പിന്നെ ഒരു ചോദ്യം വന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ കോറ് നമ്മൾ റീറ്റെയിൻ ചെയ്യാത്തത്? നമ്മുടെ മെയിൻ ഇന്ത്യൻ പ്ലെയേഴ്സൊക്കെ അവരെയൊക്കെ നമുക്ക് എന്തുകൊണ്ടാണ് റിട്ടേൺ ചെയ്യാൻ പറ്റാത്തത്? എന്താണ് കാരണം? അവർക്ക് വേണ്ട സാലറി നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ലേ? അതിൽ നിഖിൽ പറഞ്ഞതിനോട് എനിക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞത് എങ്ങനെയാണ് ഒരു 50-60 ലക്ഷം ഒരു സാലറി ഉള്ള ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ വേറൊരു പ്ലെയർ ഒരു 2-2.5 കോടി രൂപ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത്? കാരണം ടീമിൻ്റെ ഹാർമണിയൊക്കെ ആയിരിക്കാം പുള്ളി ഉദ്ദേശിച്ചത്. അതിൽ എന്ത് ലോജിക്കാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ ലോകത്തുള്ള എല്ലാ ക്ലബ്ബുകളിലും പ്ലെയേഴ്സിൻ്റെ ലെവൽ വെച്ച് അവരുടെ സാലറി മാറിക്കൊണ്ടിരിക്കും. ഇപ്പം മോസാലയ്ക്ക് കിട്ടുന്ന സാലറി അല്ലല്ലോ ലിവർപൂളിൽ കോണർ ബ്രാഡ്ലിക്ക് കിട്ടുന്നത്. അത് ഭയങ്കര കോമൺ സംഭവമല്ലേ? അതിനെന്താണ് ഇത്ര തലവേദന? അതിനെന്തുകൊണ്ടാണ് ഇത്ര പ്രശ്നമെന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലായില്ല. പിന്നെ അതുപോലെ തന്നെ ഈ കാരോളിസും നിഖിലും ഒരുപാട് പ്ലെയേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ചില പ്ലെയേഴ്സ് ഭയങ്കര ഈഗോ കാണിച്ചു. അവർ ഭയങ്കര എബൌട്ട് മീ മെൻറ്റാലിറ്റി ആയിരുന്നു അവരുടെ കയ്യിൽ. ചിലർ ഇവരുടെ അടുത്ത് വന്ന് ബെഗ് ചെയ്തു, എങ്ങനെയെങ്കിലും ഈ ക്ലബ്ബിൽ നിന്ന് പോകാൻ വേണ്ടി, ഇവിടെ അവസരം കിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ചില പ്ലെയേഴ്സ് ഇഞ്ചുറി ഫേക്ക് ചെയ്തു. ലൈക്ക് അവർക്ക് പോകാൻ താല്പര്യമുള്ള ക്ലബ്ബുകൾക്ക് മുമ്പുള്ള മത്സരത്തിൽ ഫേക്ക് ഇഞ്ചുറി അഭിനയിച്ച് കളിക്കാണ്ടിരുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇത് ഒബ്വിയസ്ലി ഇതിലേക്കൊന്നും ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്ലെയേഴ്സ് ആരും ഒന്നും ഇപ്പോൾ പറയാൻ പോകുന്നില്ല. അപ്പോൾ ഇവർ പറയുന്ന കാര്യം സത്യമാണെങ്കിലും നുണയാണെങ്കിലും നമ്മളത് വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം അവരൊരു വേർഷനായിട്ട് അവർ പറയുന്നതാണ്. ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മളായിട്ട് ചോദ്യം ചെയ്താൽ അതിൻ്റെ ഉത്തരവൊന്നും പുറത്തു വരാൻ പോകുന്നില്ല. നമ്മളല്ല, ഞാനല്ല, നിങ്ങളല്ല, മഞ്ഞപ്പടയല്ല, ഫാബല്ല, ആര് ചോദിച്ചാലും ഇവരൊന്നും പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിലേക്കൊന്നും കിടക്കാത്തത്. അതൊന്നും കംപ്ലീറ്റ്ലി ഞാൻ വിശ്വസിക്കുന്നുമില്ല കേട്ടോ. കാരണം പെരേര ഡിയാസ് ഇവിടുന്ന് പോയതിന് ശേഷം നൽകിയ ഇൻ്റർവ്യൂ എന്താണെന്നൊക്കെ നമുക്കറിയാം. നമ്മളെല്ലാവരും അതൊക്കെ വായിച്ചിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് ഞാൻ വേണമെങ്കിൽ അത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്തേക്കാം, നിങ്ങൾ കയറി വായിച്ചു നോക്കുക. ഡിയാസ് എന്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുവെന്ന് ഒരു നാഷണൽ മീഡിയയിൽ ഒരു ജേർണലിസ്റ്റിന് പുള്ളി ഒരു ഇൻ്റർവ്യൂ കൊടുത്തതിൽ പറഞ്ഞിട്ടുണ്ട്. ക്ലബിൻ്റെ പ്രതികരണം ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ അതെല്ലാം കൂടെ വായിച്ചു നോക്കുമ്പോൾ എനിക്കറിയില്ല അങ്ങനെ ഒരു എന്താണ് സിറ്റുവേഷൻ എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും ആർക്ക് വേണമെങ്കിലും അവരുടേതായ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് കിടക്കാത്തത്. പക്ഷേ അതെൻ്റെ മനസ്സിലുണ്ട്. കാരണം ഇവരിങ്ങനെയൊക്കെ പ്ലെയേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം എൻ്റെ മനസ്സിലുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആ പ്ലെയർ അത്രയും പ്രശ്നക്കാരനായിരിക്കാം. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കണം. ഈ പ്ലെയർ വേറൊരു ക്ലബ്ബിൽ പോയിട്ട് അങ്ങനെ ഒരു പ്രശ്നമോ കംപ്ലൈൻറ്റോ ഒന്നുമില്ല. ഇൻഫാക്ട് ഇങ്ങനത്തെ പ്ലെയേഴ്സിന് വേണ്ടി വേറെ ടോപ്പ് ക്ലബ്ബുകൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇയാളെ സൈൻ ചെയ്യാൻ. അപ്പോൾ എവിടെയാണ് പ്രശ്നമെന്ന് നമ്മൾ ആലോചിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലൊന്നും കണ്ണടച്ച് വിശ്വസിക്കാത്തത്. സോ അതും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ കുറേ ഫാൻസ് ഉണ്ട്, അതുകൊണ്ട് പലർക്കും പ്രഷറാണ്, അങ്ങനെയൊക്കെ പറയുന്നതിലൊക്കെ എന്താണ് അർത്ഥമെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല ആസ് എ ഫാൻ. ഇപ്പം നമ്മളിനി കളി കാണാൻ വരാണ്ടിരിക്കണോ? അതാണോ ചെയ്യേണ്ടത്? കാരണം 27,000 പേര് ആ ഗ്രൗണ്ടിലുള്ളതുകൊണ്ട് ചില പ്ലെയേഴ്സിന് പ്രഷർ വരികയാണ്. ഫോറിൻ താരങ്ങൾ യൂറോപ്പിൽ പല പുറത്തെ ലീഗിലൊക്കെ കളിച്ച് ഇത്രയും കാണികളുടെ മുമ്പിൽ കളിക്കാത്തവരൊക്കെ ഇവിടെ വരുമ്പോൾ അവർക്ക് എന്തൊക്കെയോ പ്രഷറുകൾ അനുഭവപ്പെടുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ ആസ് ഫാൻസ്? നമ്മൾ കളി കാണാണ്ടിരിക്കണോ? ഈ മോഹൻ ബഗാൻ്റെ ഫാൻസൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ പണ്ട് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടില്ലേ? അവരൊക്കെ പ്ലേയേഴ്സിനെ തടഞ്ഞു നിർത്തി വരെ ചോദ്യം ചെയ്തേക്കുന്ന സിറ്റുവേഷനുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊന്നും നമ്മുടെ ഫാൻസ് ചെയ്യുന്നില്ലല്ലോ. എപ്പോഴും നമ്മൾ സപ്പോർട്ടല്ലേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴും നമ്മുടെ ഫാൻസിൻ്റെ ഇടയിൽ തന്നെ ചില ആൾക്കാർക്ക് ഒരു അഭിപ്രായമില്ലേ, നമ്മൾ പ്ലെയേഴ്സിനെ നമ്മൾ പ്രൊട്ടസ്റ്റ് അറിയിക്കരുത്. ഞാൻ തന്നെ വീഡിയോ ഇടുമ്പോൾ തന്നെ കമൻറ്റിൽ ആൾക്കാർ വന്ന് ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ പ്രൊട്ടസ്റ്റ് മാനേജ്മെൻറ്റിനെതിരെ ആയിരിക്കണം, പ്ലെയേഴ്സിനെതിരെ ആയിരിക്കരുത്. അങ്ങനെ നമ്മുടെ ഫാൻസിൽ തന്നെ ആൾക്കാർ പറയുമ്പോഴാണ് ഇവർ പറയുന്ന ഈ ഒരു പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല പല പ്ലെയേഴ്സിനും. അങ്ങനത്തെയൊക്കെ ന്യായീകരണങ്ങൾ എനിക്ക് തോന്നുന്നില്ല അത് എത്രത്തോളം അത് നമുക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം സംസാരിച്ചത്, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് 2 സെറ്റ് ഓഫ് ഫാൻസ് ഉണ്ടല്ലോ. ഒരു ഫാൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രീവിയസ് ജനറേഷൻ, അതായത് ഞങ്ങളെപ്പോലെ 2014 തൊട്ട് പണ്ട് തൊട്ടേ
കളി കണ്ടു വന്നവർ, പിന്നെ വേറൊരു യങ്ങർ ജനറേഷനും ഉണ്ട് നമുക്ക്. കുറച്ചൊരു ലോക്ക്ഡൗൺ സമയത്തിനൊക്കെ ശേഷം ഒരുപക്ഷെ ഫാനായ അങ്ങനത്തെ 2 സെറ്റ് ഓഫ് ഫാൻസ് ഉണ്ട്. ഈ 2 ഫാൻസും തമ്മിൽ ക്ലബ്ബായിട്ടൊരു ഡിസിൻറ്റഗ്രേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കൺസേൺ ഏതോ ഒരു ഫാബ് മെമ്പർ റേസ് ചെയ്തു. ഈ 2 ഗ്രൂപ്പുകളെയും തിരിച്ചു കൊണ്ടുവരാൻ ക്ലബ്ബ് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പം നിഖിൽ പറഞ്ഞതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ അകത്ത് ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്തത് എനിക്ക്, നിഖിൽ പറഞ്ഞത് ന്യൂ ജനറേഷൻ്റെ എക്സ്പെക്റ്റേഷൻ പെട്ടെന്ന് സൈനിങ്ങുകൾ പെട്ടെന്ന് റിസൾട്ട് അങ്ങനെയാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇവർ പറഞ്ഞല്ലോ പുതിയ ജനറേഷൻ ഓഫ് ഫാൻസ് ഒരു സൈനിങ് വന്നാൽ അപ്പം തന്നെ റിസൾട്ട് വരുമെന്ന് എക്സ്പെക്ട് ചെയ്താണ് ഇരിക്കുന്നതെന്ന്. എന്തായാലും ബാക്കിയുള്ള ക്ലബ്ബുകൾ ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൻ്റെ കാര്യം നമുക്കറിയാം, അവർ 1-2-3 വർഷങ്ങളെടുത്ത് കറക്റ്റായിട്ടൊരു കോറിനെ ബിൽഡ് ചെയ്ത് അതിലേക്ക് നല്ല ഫോറിൻ സൈനിങ്സിനെ ആഡ് ചെയ്ത് അങ്ങനെയാണ് അവർ ആ സക്സസ് കണ്ടെത്തിയേക്കുന്നത്. നമ്മളും ഇപ്പം ഇന്നൊരു സൈനിങ് നടത്തി നാളെ കപ്പടിക്കണമെന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. നമുക്കൊരു സ്പോർട്ടിംഗ് പ്രോജക്റ്റ് ഉണ്ടാവണം, നമ്മളെ ഏതെങ്കിലും ഒരു ജേണി, ഒരു കപ്പിലേക്കുള്ള ജേണിയിലേക്കാണെന്നുള്ളൊരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ വരണം. ആ ഒരു ഫീലിംഗ് വരുന്നില്ലെന്നേ നമ്മൾ പറയുന്നുള്ളൂ. നമ്മുടെ തീരുമാനങ്ങൾ അതിനോട് യോജിക്കുന്നില്ല എന്ന് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്, അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാനും ഇന്നൊരു സൈനിങ് നടത്തി നാളെ നമ്മൾ കപ്പടിക്കുമെന്ന് വിശ്വസിക്കുന്നെന്ന്. ഈ നിങ്ങളുടെ ഇത്രയും നാളത്തെ ഒരു തീരുമാനങ്ങളുടെയൊക്കെ പുറത്ത് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കാൻ, ഞങ്ങൾ അത്രയും മാത്രം മണ്ടന്മാരൊന്നുമല്ല. ഞങ്ങൾക്കൊരു നല്ല സ്പോർട്ടിംഗ് പ്രോജക്റ്റ് ഉണ്ട്. ഞങ്ങൾ ആ ഒരു ഇവൻ്റ് സീസണിലൊക്കെ ആ ഒരു അറ്റ്ലീസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു ജേണിയിലാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ഫൈനൽ നമ്മൾ തോറ്റെങ്കിലും പിന്നീട് നമ്മൾ ആ ടീമിനെ ബാക്ക് ചെയ്തു. ഈവൻ ആ കോറ് മൊത്തം അഴിച്ചു കളഞ്ഞിട്ടും നമ്മൾ ബാക്ക് ചെയ്തു. എത്രത്തോളം നമ്മൾ സപ്പോർട്ട് ചെയ്തെന്ന് നമുക്കറിയാം. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തു ഓക്കെ മേ ബി നമ്മൾ നല്ലോണം റീബിൽഡ് ചെയ്തേക്കാം. ഇവാൻ എന്ന് പറഞ്ഞൊരു കോച്ച് നമുക്കുണ്ട്, മേ ബി കുറച്ച് സൈനിങ്സ് വരുന്നുണ്ട്, ഒരു പക്ഷേ നമ്മൾ വീണ്ടും ഇത് ചെയ്തേക്കാന്ന് പറഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലേ. പക്ഷേ നിലവിൽ നമുക്കത് നമ്മുടെ ക്ലബ്ബിൽ കാണാനാവുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ ഒരു ഫിഗർ ഇല്ല, ഒരു കോച്ച് എന്ന രീതിക്കുള്ളൊരു ഫിഗർ ഇല്ല. ഈവൻ കോച്ചായിട്ട് തന്നെ ഇവർ പറയുന്നതും കോച്ച് പറയുന്നതും തമ്മിൽ ഒരു മാച്ചിങ്ങും ഇല്ല. ഈ മഞ്ഞപ്പടയുടെ മീറ്റിങ്ങിലേക്ക് ഇനി ഞാൻ വരാം. ആ മീറ്റിങ്ങിൽ ക്ലിയർ ആയിട്ട് കോച്ച് പറഞ്ഞതിനെക്കുറിച്ച് അവർ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഇന്റർകാശി നമ്മൾ തമ്മിൽ ഒരു ബഡ്ജറ്റ് ഇഷ്യൂ ഉണ്ടെന്ന്. അപ്പോൾ ഇവർ പറയുന്ന ന്യായീകരണം എന്താ വെച്ചാൽ അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇന്റർകാശിനേക്കാളും ബഡ്ജറ്റുള്ള ടീം തന്നെയാണ് നമ്മൾ ആ മത്സരം ജയിക്കണമായിരുന്നു, കോച്ച് അങ്ങനെ പറയരുതായിരുന്നു എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ കോച്ചും ഇവരും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലേ എന്നാണ് എൻ്റെ അടുത്ത ചോദ്യം. ബിക്കോസ് എങ്ങനെയാണ് 2 മെസ്സേജ് വരിക? ലൈക്ക് ക്ലിയർ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടെങ്കിൽ കോച്ച് അങ്ങനെ പറയരുതല്ലോ. പിന്നെ എന്തിനാണ് കോച്ച് പ്രസ് കോൺഫറൻസിൽ വന്ന് ഇങ്ങനെ പറയുന്നത്? ആ മഞ്ഞപ്പടയുടെ മീറ്റിങ്ങിന്റെ മിനിറ്റ്സ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഒരു പക്ഷെ. അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ 2 ചോദ്യങ്ങൾ ഈ അറ്റൻഡൻസിന്റെ പ്രശ്നത്തെക്കുറിച്ചാണ്. അതിൽ 2ലും നിഖിൽ പെർഫോമൻസിനെ ഡയറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്തില്ല. പുള്ളി പറഞ്ഞത് റമദാൻ മാസമാണ്, സ്കൂളിൽ എക്സാം നടക്കുകയാണ്, അൺസർട്ടനിറ്റിയാണ്, 5 മണിയുടെ കിക്ക് ഓഫ് ആയിരുന്നു ഇന്റർകാശിയായിട്ട്. ഈ കാരണങ്ങളെല്ലാം കൂടെ ഉള്ള ഫാക്ടേഴ്സ് കൊണ്ടാണ് ഒരു പക്ഷേ അറ്റൻഡൻസ് കുറഞ്ഞതെന്ന് പുള്ളി പറഞ്ഞു. അത് കഴിഞ്ഞ് 3ാമത്തെ ചോദ്യത്തിൽ അവർ വീണ്ടും എടുത്തു പറഞ്ഞു, ഞങ്ങൾ ഇത്രയും ടിക്കറ്റ് വിറ്റു, ഇത്രയും ആൾക്കാരെ വന്നുള്ളൂ, അങ്ങനെയൊക്കെ എന്തോ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു. കറക്റ്റ് ഡീറ്റെയിൽസ് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ അവർ പറഞ്ഞു. അതിന് ശേഷമാണ് പുള്ളി പറഞ്ഞത് ഓക്കെ ഈ ഒരു വീക്ക് പെർഫോമൻസും ഒരു കാരണമാണ്, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഈ കാരണങ്ങളും ഉണ്ടെന്ന്. റംസാൻ മാസവും അതുപോലെ സ്കൂളിലെ പരീക്ഷയും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് സീസണുകൾ ഇതിനു മുമ്പുണ്ടായിരുന്നു. നല്ലോണം ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വരും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതിനുശേഷം അവർ ചെന്നൈയിൻ FC ആയിട്ടുള്ള മത്സരത്തിൽ ഒരു ബെറ്റർ ടേൺ ഔട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നും പുള്ളി പറഞ്ഞു. എന്തായാലും ആ മത്സരത്തിൽ എന്ത് ടേൺ ഔട്ടാണ് വന്നതെന്ന് നമുക്കറിയാം. ഒരു ടേൺ ഔട്ടും വന്നിട്ടില്ല, ഈ കഴിഞ്ഞ മത്സരത്തിനേക്കാളും കുറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം നമ്മുടെ ഓണറിന് ഇതിനെക്കുറിച്ചൊന്നും ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണോ അതോ ഒരുപക്ഷെ പുള്ളി ഐഡിയ ഉണ്ടായിട്ട് ഐഡിയ ഇല്ലാത്ത പോലെ അഭിനയിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. കാരണം നമുക്കറിയാം ഇപ്പോൾ നിഖിൽ അങ്ങനെ സ്പോർട്ടിങ് കാര്യങ്ങളിലൊന്നും അധികം ഇടപെടാറില്ല. അതിന് സിഇഒയും സ്പോർട്ടിംഗ് ഡയറക്ടറും ഒക്കെ ഉണ്ട്. പുള്ളി ഒരു ചെറിയ ബാക്ക് സീറ്റ് എടുത്ത് അവരിലേക്ക് ആ ജോലി നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻപുട്ട് കിട്ടുന്നുണ്ടോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതൊരിക്കലും ഒരു ഓണറിൻ്റെ നിന്ന് വരാൻ പാടില്ല. കാരണം ഈ ക്ലബിൽ എന്തുകൊണ്ടാണ് ആരാധകർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ആരാധകർ കളി കാണാൻ വരാത്തതെന്ന് വളരെ ക്ലിയർ ആണ്. എല്ലാവർക്കും അറിയാം എന്താണ് പ്രശ്നമെന്ന്. ഈ മാനേജ്മെന്റ് എടുത്ത തീരുമാനങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധത്തിനായിട്ടാണ് ആൾക്കാർ സ്റ്റേഡിയങ്ങളിൽ വരാണ്ടിരിക്കുന്നത്. ഇനി ആരൊക്കെ തന്നെ നമ്മളെല്ലാവരും ക്ലബിനെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് ലോയൽ അല്ല എന്ന് പറഞ്ഞാലും ഇതിനു മുമ്പും ഈ ക്ലബ്ബിൽ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട്. അതിനുശേഷം ചെറിയ മാറ്റങ്ങൾ വന്ന് ഈ ക്ലബ്ബ് നല്ലോണം കളിച്ചപ്പോഴൊക്കെ ഈ ഗാലറികൾ നിറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നല്ല തീരുമാനങ്ങൾ വന്ന് ഈ ക്ലബ്ബ് നല്ല ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് അറിഞ്ഞാൽ എല്ലാവരും തിരിച്ചു വരുമെന്നുള്ളതിലൊരു സംശയമില്ല.
ആൻഡ് അതൊരു ഉത്തരവാദിത്വമാണ് ഈ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. മനസ്സിലായില്ലേ? ഓരോ ഫാനും കഷ്ടപ്പെട്ട് പണിയെടുത്ത് കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും ഒക്കെ ട്രെയിൻ പിടിച്ച് കളി കാണാൻ വരുന്നുണ്ടെങ്കിൽ അവന് നല്ല പെർഫോമൻസുകൾ ഡിമാൻഡ് ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. അവനത് വരുന്നില്ല എന്നുകൊണ്ട് അവനൊരു ഡിസ്ലോയൽ ഫാനൊന്നും ആവാൻ പോകുന്നില്ല. എല്ലാവർക്കും അവരുടേതായ തീരുമാനങ്ങളുണ്ട്. അത് നമ്മൾ റെസ്പെക്റ്റും ചെയ്തേ പറ്റുള്ളൂ. അല്ലാണ്ട് ആരാധകരെ കസ്റ്റമേഴ്സ് ആയിട്ടൊന്നും ആരും കരുതണ്ട. എന്ത് പറഞ്ഞാലും അത് ആരാധകർ വെള്ളം തൊടാതെ വീഴുകയില്ല. ഇതുപോലെ തന്നെ പിന്നെ കഴിഞ്ഞ സീസണിലെ പ്രതിഷേധത്തിനെ കുറിച്ച് നമുക്കറിയാം. പ്രതിഷേധത്തിനെ കുറിച്ച് നിഖിൽ പറഞ്ഞിരുന്നു ദാറ്റ് വി ഡിഡ് നോട്ട് സപ്രസ് ദ പ്രൊട്ടസ്റ്റ് ഇൻസൈഡ് ദ സ്റ്റേഡിയം. ഞാൻ ആക്ച്വലി അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വീഡിയോ പണ്ടുതൊട്ട് കാണുന്നവർക്ക് അന്ന് എന്താ സംഭവിച്ചതെന്നുള്ളൊരു വീഡിയോയും ഞാൻ എൻ്റെ ചാനലിൽ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരല്ലെങ്കിൽ ഇഫ് നോട്ട് യു ഹൂ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം അവിടെ ആ ബൗൺസേഴ്സിനെ നിയമിക്കുന്നതായിക്കോട്ടെ, പോലീസ് പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം ക്ലബിൻ്റെ പേറോളിലാണല്ലോ. ലൈക്ക് ക്ലബ്ബാണല്ലോ പോലീസുകാർക്ക് പൈസ കൊടുക്കാനുള്ള, കുടിശ്ശിക കൊടുക്കാനുള്ള. അതുപോലെ തന്നെ ഈ സെക്യൂരിറ്റി ഏജൻസീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ക്ലബ്ബല്ലേ, അല്ലാണ്ട് ISL അല്ല അവിടെ ചെയ്യുന്ന, GCD അല്ല അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എന്തായാലും മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പിന്നെ അവിടെ ആ ഒരു പ്രൊട്ടസ്റ്റ് അടിച്ചമർത്താൻ വേറെ ആർക്കാണ് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണമുള്ളത്? GCD എന്തായാലും ചെയ്യുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവർ ഈ സ്റ്റേഡിയത്തിലേക്കേ തിരിഞ്ഞു നോക്കാറില്ല ഈ കളികൾ നടക്കുമ്പോൾ. പിന്നെയാണ് അവർ വന്ന് അടിച്ചമർത്തുന്നത്. പിന്നെ ISL ആണെങ്കിൽ അവരും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവരങ്ങോട്ട് ക്യാമറ കാണിക്കില്ല, അത് ഉറപ്പാണ്. ലൈക്ക് കളി നടക്കുമ്പോൾ എന്തെങ്കിലും ബാനർ കാണിച്ചു കഴിഞ്ഞാൽ അവരത് TV കാണിക്കില്ലെന്നേ ഉള്ളൂ. അല്ലാണ്ട് സ്റ്റേഡിയത്തിൻ്റെ അകത്ത് ഇതിനു മുമ്പും ആൾക്കാർ പ്രൊട്ടസ്റ്റൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതിലൊന്നും ഇങ്ങനെ അടിച്ചമർത്തലോ വലിയ ബാനറുകളൊക്കെ ആയിട്ട് വന്ന് വി ഡിസേർവ് ബെറ്റർ എന്നൊക്കെ പറഞ്ഞുള്ള പ്രൊട്ടസ്റ്റുകളൊക്കെ ഇതിനു മുമ്പ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യമായിട്ട് ISL ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടെ സ്റ്റേഡിയം അറ്റൻഡൻസ് ഇടിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുക. അന്ന് ഞാൻ പ്രസ് ബോക്സിലുണ്ട്. എനിക്ക് തോന്നുന്നു ജംഷഡ്പൂർ FC ആയിട്ടാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഞാൻ അതിനെക്കുറിച്ച് ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടെന്ന്. ആർട്ടിക്കിൾ ഞാൻ കണ്ടുപിടിച്ചിട്ട് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് അറ്റൻഡൻസ് ആദ്യമായിട്ട് സംഭവിക്കുന്നത് അതൊരു ഇതുപോലെ പ്രൊട്ടസ്റ്റിൻ്റെ സമയത്താണ്. അന്നൊന്നും ആരും ഈ ബാനറുകൾ അഴിക്കാനോ അല്ലെങ്കിൽ ആ ബാനർ ഫുൾ ത്രൂ ഔട്ട് അവിടെ ഉണ്ടായിരുന്നു. ആരും അത് അടിച്ചമർത്താനൊന്നും വന്നില്ലല്ലോ. പിന്നെന്താണ് ഈ ഒരു പ്രൊട്ടസ്റ്റിന് മാത്രം പ്രത്യേകിച്ചൊരു ഏതോ ഒരു അദൃശ്യ ശക്തി വന്ന് ഈ പ്രൊട്ടസ്റ്റിനെ സപ്രസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാനും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും നിങ്ങളല്ലെങ്കിൽ നിങ്ങൾ അതിനുള്ള ക്ലാരിറ്റി അല്ലെങ്കിൽ പോയവർ ചോദിക്കണമായിരുന്നു. പിന്നെ ആരെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അവിടെ. ഇവരല്ലെങ്കിൽ പിന്നെ ആര്? അതിനുള്ളൊരു ചോദ്യം നമ്മൾ മറുപടി ചോദിക്കണമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരു പ്ലെയർ ഇത്ര കിലോമീറ്റർ ഓടി ഒരു കളിയിൽ, അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നമുക്ക് ആ പ്ലെയർ എഫേർട്ട് ഇട്ടില്ല എന്ന് പറയാൻ പറ്റും? എങ്ങനെ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. ആക്ച്വലി ഒരു കളി നമ്മൾ ചേസ് ചെയ്യുകയാണെന്ന് വിചാരിക്കട്ടെ, നമ്മുടെ കയ്യിൽ ബോളില്ലെന്ന് വിചാരിക്കട്ടെ, എല്ലാ പ്ലേയേഴ്സും ഒരുപാട് ഗ്രൗണ്ട് കവർ ചെയ്യേണ്ടി വരും. അത് നാച്ചുറലാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ പ്ലെയേഴ്സിന് ക്വാളിറ്റി ഉണ്ട് അല്ലെങ്കിൽ പ്ലെയേഴ്സ് ഇൻറ്റൻറ്റ് കാണിക്കുന്നു എന്നൊന്നുമല്ല. ഒരു കളി ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോഹൻ ബഗാനായിട്ടുള്ള മത്സരത്തിൽ നമ്മൾ കളി മൊത്തം ചേസ് ചെയ്യായിരുന്നു. നമ്മൾ എപ്പോഴെങ്കിലും ആ കളിയിൽ ഡോമിനേറ്റ് ചെയ്തോ? അപ്പം നാച്ചുറലി നമ്മുടെ മിഡ്ഫീൽഡ് പ്ലെയേഴ്സൊക്കെ ഒരുപാട് ഗ്രൗണ്ട് കവർ ചെയ്യേണ്ടി വരും. അതൊരു നാച്ചുറലായിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് മാത്രം നമ്മുടെ ടീം ഗ്രൗണ്ടിൽ ഇൻറ്റൻറ്റ് കാണിക്കുന്നുണ്ടെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മൾ ഷോട്ടുകൾ ടാർഗറ്റിൽ അടിക്കുന്നുണ്ടോ, ഇതുമൊക്കെ കൺസിഡർ ചെയ്യണ്ടേ? വെറുതെ കുറേ ഗ്രൗണ്ട് നമ്മൾ കവർ ചെയ്തെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ ഇൻറ്റൻറ്റ് കാണിക്കുന്ന ടീമാവുന്നത്? അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ആ മീറ്റിങ്ങിൽ ചോദിക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഉദ്ദേശം ഈ മീറ്റിങ്ങിൽ പോയവരെ കുറ്റപ്പെടുത്തുക അതൊന്നും അല്ല എൻ്റെ ഉദ്ദേശം. എൻ്റെ ഉദ്ദേശം മാനേജ്മെൻറ്റിനെ നമ്മൾ അക്കൗണ്ടബിൾ ആക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം നമ്മളിത് ഈ ഒരു ചൂട് ഇങ്ങനെ നിലനിർത്തിയില്ലെങ്കിൽ ഇവരിങ്ങനത്തെ ന്യായങ്ങൾ പറഞ്ഞ് ഇവർ നൈസായിട്ട് കൈ എഴുതും. ഇപ്പം അവർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അവർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ഫാൻസായിട്ട്. അവർ ഫാൻസിൻ്റെ കൺസേൺ അഡ്രസ്സ് ചെയ്യാൻ 2 മീറ്റിംഗ് നടത്തി. ഫാൻ അഡ്വൈസറി ബോർഡായിട്ട് മീറ്റിംഗ് നടത്തി, മഞ്ഞപ്പടയായിട്ട് മീറ്റിംഗ് നടത്തി. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു. ഇതിനിപ്പോൾ ഇങ്ങനെ അങ്ങ് പോവുക, അങ്ങനെ വിട്ട് കളയരുത്. നമ്മൾ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കണം. ഇവരെന്തായാലും പറഞ്ഞിട്ടുണ്ട് ഇവർ ക്ലബ്ബ് വിട്ടു പോകാനൊന്നും തീരുമാനമില്ലെന്ന്. ആ ഒരു മീറ്റിങ്ങിൽ തന്നെ നിഖിൽ ഫാബ് മീറ്റിങ്ങിൽ തന്നെ ആദ്യം പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല, അടുത്ത 4 വർഷത്തെ ഒരു പ്ലാനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പുള്ളിക്ക്. അപ്പം ഈ ക്ലബ്ബ് ഇവിടുന്ന് മറ്റേ ആന്ധ്രാപ്രദേശിലേക്ക് കൊണ്ടുപോകുമെന്ന് പേടിച്ചവരൊക്കെ എന്തായാലും പേടിക്കണ്ട, ക്ലബ്ബ് ഇവിടെ തന്നെ ഉണ്ടാവും. ആ ഒരു സ്ഥിതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരിക എന്നുള്ള മാത്രമാണ്. നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് നിൽക്കണം. അതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ ക്ലബ്ബിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ പേര് വന്ന് ഫാബിനെ തെറി വിളിക്കും, കുറേ പേര് വന്ന് മഞ്ഞപ്പടേനെ തെറി വിളിക്കും, കുറേ പേര് വന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആർമീനെ തെറി വിളിക്കും, കുറേ പേര് വന്ന് യൂട്യൂബേഴ്സിനെ തെറി വിളിക്കും. യൂട്യൂബേഴ്സാണ് ഇതിനെല്ലാം കാരണം. യൂട്യൂബേഴ്സ് ഈ പരിപാടി നിർത്തിക്കഴിഞ്ഞാൽ ഈ ക്ലബ്ബിൽ സമാധാനം ഉണ്ടാവും, അതുണ്ടാവും, നിങ്ങൾ ഈ നെഗറ്റിവിറ്റി പടർത്താണ് നിങ്ങളുടെ ജോലി, ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് വന്ന് പറയും. ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് നിൽക്കുക. നമ്മളെല്ലാവരും നമ്മുടെ ഈഗോ മാറ്റി വെച്ചിട്ട് ഒരുമിച്ച് നിന്നിട്ട് പിന്നെ നമ്മൾ കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്ത് തുടങ്ങുക. ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സഹകരിച്ചില്ലെങ്കിൽ ഇതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ
അക്കൗണ്ടബിലിറ്റി മാനേജ്മെന്റിലേക്ക് എത്തുക എന്നുള്ള സംഭവം അവരവിടെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ തമ്മിൽ കിടന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറഞ്ഞുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരിലേക്ക് ചോദ്യങ്ങൾ എത്താനും പോകുന്നില്ല. മനസ്സിലായില്ലേ? ഇത് ശരിക്കും പണ്ട് ഈ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിരുന്നപ്പോൾ ചില ആൾക്കാർ ചെയ്തിരുന്ന സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ തമ്മിൽ ഇങ്ങനെ തല്ലു പിടിച്ചുകൊണ്ടിരിക്കും. ബാക്കി ശരിക്കും നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ട ആൾക്കാരുടെ അടുത്ത് ചോദിക്കാൻ മറന്നുപോകും. ആരും ആർക്കും എതിരെയൊന്നുമല്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യകത ഇവിടെ ഉണ്ട്. നമ്മുടെ ക്ലബ്ബാണ് നമുക്ക് ഏറ്റവും വലുത്. ഇതാണ് മീറ്റിങ്ങിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ജസ്റ്റിഫിക്കേഷനൊക്കെ നമുക്ക് എന്തെങ്കിലും കൺവിൻസിങ് അല്ലെന്ന് തോന്നി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. ഈ ഒരു ഓവർനൈറ്റിലൊന്നും ഈ ക്ലബിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഓണേഴ്സിൻ്റെ ഇൻറ്റൻറ്റ്, അവരുടെ അംബിഷൻ, ഇതിനെക്കുറിച്ചൊക്കെ അവർ പറയുന്ന ഈ കാര്യങ്ങൾ കൺവിൻസിങ് അല്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെതിരെ സംസാരിക്കുക തന്നെ ചെയ്യണം. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓക്കെ, ഈ യൂത്ത് ഡെവലപ്മെൻ്റ് ഒക്കെ ഒരു വലിയ സംഭവം തന്നെയാണ്. പക്ഷെ അത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള സംഭവമല്ലേ. എല്ലാ ക്ലബ്ബുകളും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമാണ് ഗ്രാസ് റൂട്ട്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. അതൊക്കെ വലിയൊരു സംഭവമായിട്ട് നമ്മൾ എന്തിനാണ് ഈ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നത്? ഇപ്പോൾ പഞ്ചാബ്, ബംഗളൂരു, ഈ ടീമുകളൊക്കെ ഇവരൊന്നും യൂത്ത് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നില്ല. അതാണ് എനിക്കറിയാത്തത്. ഇവരൊക്കെ ഇഷ്ടംപോലെ പ്ലേയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അവർ വേറെ ISL ക്ലബ്ബുകളിൽ കളിക്കുന്നുണ്ട്, വേറെ I League ക്ലബ്ബുകളിൽ കളിക്കുന്നുണ്ട്, അവർ RFDL പോലത്തെ ടൂർണമെൻറ്റുകൾ ജയിച്ചിട്ടുമുണ്ട്. അവരാരും ഇതൊന്നും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് കൊട്ടിഘോഷിക്കുന്നില്ലല്ലോ. കാരണം എന്താ? അവർക്കറിയാം അതൊരു ഉത്തരവാദിത്വമാണ്. ബേസിക്കലി ഇന്ത്യയിൽ നിന്നൊരു പ്ലെയർ യൂറോപ്പിൽ പോവുകയാണെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാഡമിയിൽ നിന്നുള്ള പ്ലെയർ ആയിരിക്കണം എന്നൊക്കെ ഭയങ്കര ഫിലോസഫി നമുക്ക് പറയാം. പക്ഷേ ഇപ്പം എന്താ ഉദ്ദേശിക്കുന്നത്? ഈ 10-12 വർഷത്തേക്ക് നമ്മളൊന്നിനും കമ്പീറ്റ് ചെയ്യാണ്ട് നമ്മൾ വെറുതെ യൂത്ത് ഡെവലപ്മെൻറ്റിൽ മാത്രം ഫോക്കസ് ചെയ്ത് ജസ്റ്റ് ഈ ലീഗിൽ സർവൈവ് ചെയ്ത് പോകുന്ന ഒരു ടീമായിട്ട് മാറുകയാണ്. അതാണ് നമ്മുടെ ഉദ്ദേശം. അല്ലെങ്കിൽ തന്നെ നമ്മൾ കുറേ യൂത്ത് പ്ലേയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ഇപ്പോൾ അസർ, ഐമൻ ഇവരൊന്നും ക്ലബിലേ ഇല്ലല്ലോ. ഇപ്പോൾ ഇവരൊക്കെ വിറ്റ് കളഞ്ഞില്ലേ, പിന്നെന്താ? അപ്പോൾ അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പ്ലേയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ടീമിനെ എൻഹാൻസ് ചെയ്യാനല്ല, വേറെ ടീമുകൾക്ക് വിൽക്കാനാണെങ്കിൽ പിന്നെ എന്താണ് നമ്മുടെ യൂത്ത് പോളിസി എന്താണ്? ഒന്നില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് ആ ഒരു ബാച്ചിനെ കൊണ്ടുവന്ന് മര്യാദയ്ക്ക് കളിപ്പിച്ച് അച്ചീവ് ചെയ്യണം എന്തെങ്കിലും. ഇതിപ്പോൾ നമ്മൾ ഇവരെ കൊണ്ടുവരുന്നു, നമ്മൾ ഒരു ക്ലബ്ബ് വിട്ടു പോകുന്ന ഒരു പാറ്റേൺ ആണല്ലോ എപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതിലൊക്കെ എങ്ങനെ നമ്മൾ വിശ്വസിക്കും? എന്തായാലും ഈ മീറ്റിംഗ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടാവുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു അപ്ഡേറ്റും കൂടെ ഇന്നും നാളെയും, അതായത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും നമ്മൾ ISL വീഡിയോ ചെയ്യുന്നതായിരിക്കില്ല. വർക്കൊക്കെ ആയിട്ട് കുറച്ച് തിരക്കാണ്. ഇനിയിപ്പോൾ അടുത്ത വ്യാഴാഴ്ച, അതായത് അടുത്ത മത്സരമുള്ള ദിവസം നമുക്ക് കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ കാണാം. യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.